സംവിധായകൻ വി കെ പ്രകാശിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. വി കെ പ്രകാശ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചാണ് നടപടി. യുവകഥാകൃത്തിന്റെ പരാതിയിൽ SIT രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത്. സാലി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാലി, എന്തൊക്കെ ഉപാധികൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്? ഉപാധി പ്രധാനമായും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ കീഴടങ്ങണം എന്നാണ് വി കെ പ്രകാശിന് കോടതി ഇറങ്ങിയിരിക്കുന്ന നിർദ്ദേശം. ഇനി അറസ്റ്റ് ഉണ്ടായാൽ, ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ഉണ്ടായാൽ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടണം. 2 ലക്ഷം രൂപയുടെ ബോണ്ട് ഉൾപ്പെടെയാണ് ജാമ്യ വ്യവസ്ഥയായി പറഞ്ഞിരിക്കുന്നത്. ഇനി അറസ്റ്റ് ചെയ്ത് 3 ദിവസം ചോദ്യം ചെയ്യാം എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പ്രതിക്ക് മുൻകാലത്ത് ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുകൂടി പരിഗണിച്ചാണ് ഇങ്ങനെ ഒരു ജാമ്യം നൽകുന്ന ഒരു നടപടി, മുൻകൂർ ജാമ്യം നൽകുന്ന ഒരു നടപടിയിലേക്ക് കോടതി കടന്നത്. നമുക്കൊക്കെ അറിയുന്ന പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയായിരുന്നു യുവ കഥാകൃത്ത് ഇത്തരം ഒരു പരാതിയുമായി പള്ളിത്തോട്ടം പോലീസിനെ സമീപിച്ചത്. പള്ളിത്തോട്ടം പോലീസ് FIR ഇട്ടു. അത് ലൈംഗിക അതിക്രമ കുറ്റമാണ് ചുമത്തിയിരുന്നത്. തുടർന്നാണ് വി കെ പ്രകാശ് കോടതിയെ എത്തിയത്. മുൻകൂർ ജാമ്യ ഹർജിയിൽ കഴിഞ്ഞ 2 ദിവസമായി വാദം നടന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് സിംഗിൾ ബെഞ്ച് ഉത്തരവായിരിക്കുന്നത്. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.